നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ഒരു ന്യായാധിപനാണ്. അദ്ദേഹം ഭിന്നശേഷി സഹോദരങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ജീവിതം സമർപ്പിച്ച് അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഭിന്നശേഷി കമ്മീഷണറാണ്. ശ്രീ SH പഞ്ചാബകേശനാണ് എന്നോടൊപ്പമുള്ള അതിഥി. സാർ നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം. ഈ പഞ്ചാബകേശൻ അതൊരു വ്യത്യസ്തമായൊരു പേരാണല്ലോ. മലയാളികൾക്ക് വേറൊരാൾക്ക് ഇതുവരെ അത് കേട്ടിട്ടുമില്ല. എന്താ ശരിക്കും പഞ്ചാബകേശൻ, അതിൻ്റെ അർത്ഥം എന്താണ്? അത് സംസ്കൃതത്തിൽ നിന്നുള്ളൊരു വാക്കാണത്. അതായത് പരമശിവൻ എന്നാണ് അതിൻ്റെ മീനിങ്. അതെങ്ങനെയാണ് പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരമശിവന് തലമുടി കെട്ടുണ്ട്. കേശം എന്ന് വെച്ചാൽ മുടിയാണ്. അപ്പം മുടിക്കെട്ട് അദ്ദേഹത്തിൻ്റെ പരമശിവൻ്റെ തലയിൽ ഈ മുടിക്കെട്ട് കെട്ടുന്ന ജട കെട്ടിയാണല്ലോ വെച്ചേക്കുന്നത്. അതിനകത്ത് ഗംഗാദേവിയുണ്ട്. ഗംഗാ നദിയാണല്ലോ. ഗംഗാ നദിക്ക് 5 പോഷക നദിയുണ്ട്. അപ്പം ഫലത്തിൽ ഭഗവാൻ വെച്ചേക്കുന്നത് 5 നദിയെ മുടി സൂക്ഷിച്ചേക്കുകയാണ്, മുടിക്കെട്ടിനകത്ത് സൂക്ഷിച്ചേക്കുകയാണ്. അങ്ങനെയാണ് ഈ വാക്ക് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് പഞ്ചാബകേശൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോർഡ് ശിവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്നത് ഇങ്ങനെയാണ്. അതെ. അപ്പോൾ ശരിക്കും പാരൻസിന് ശിവൻ എന്നങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ അവർ വ്യത്യസ്തമായൊരു പേരിട്ടു. മലയാള അധ്യാപകർ മറ്റായിരുന്നു പാരൻസ്? അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. അത് നമ്മുടെ കേരളം വരുന്നതിന് മുമ്പ് ട്രാവൻകൂർ കൊച്ചിനായിരുന്നല്ലോ ആദ്യം, പിന്നെയാണ് മലബാർ ചേരുന്നത്. അങ്ങനെ കേരളം ഫോം ചെയ്യുന്നതിന് മുമ്പ് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റിൽ എൻ്റെ അതേ പേരിലൊരു ജഡ്ജ് ഉണ്ടായിരുന്നു. അപ്പം അത് എന്താ പറയുക, ആ സ്കൂളിൽ തന്നെ ഞാനും പഠിച്ചു എന്നുള്ളതാണ്. അപ്പം എൻ്റെ അച്ഛൻ പോലീസിലായിരുന്നു. അച്ഛൻ വളരെ മുമ്പേ മരിച്ച് 46 വർഷം. അപ്പോൾ ഞാൻ തീരെ കുട്ടിയായിരിക്കുമ്പോഴേ അച്ഛൻ മരിച്ചു പോയതാണ്. സർവീസിൽ ഇരിക്കുക തന്നെ അച്ഛൻ മരിച്ചു പോയി. അച്ഛൻ പോലീസിലായിരുന്നു ജോലി. അപ്പോൾ അന്ന് ഇങ്ങനെ ഇദ്ദേഹത്തോടുള്ള ഒരു ആരാധന കൊണ്ട് എനിക്ക് ആ പേരിട്ടു. അച്ഛനെ മകനെ ജഡ്ജിയാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കത് അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് അത് പേരും കൊണ്ടും ഇതും കൊണ്ടൊക്കെ സാഹചര്യം കൊണ്ട്. അതെ, അതേ സ്കൂളിൽ തന്നെ ഞാൻ പഠിക്കാൻ പോയെന്നുള്ളതും യാദൃച്ഛിക സംഭവമാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പോയത് അവിടെ ഫുട്ബോളിൻ്റെ ഒരു സ്ഥലമായിരുന്നു ആ സ്കൂള്. അതുകൊണ്ടാണ് ഞാനവിടെ ചെല്ലുമ്പം ഹെഡ് മാസ്റ്റർ ഈ പേര് കേട്ടിട്ട് ആർക്കും പറയാൻ പറ്റുന്നില്ലല്ലോ പേര്. അങ്ങനെ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേര് മഹാദേവ ശർമ്മ എന്നായിരുന്നു. അപ്പോൾ സാറ് എന്നെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് ഇതുപോലെ തലയിലൊക്കെ തലോടി എൻ്റെ ചോദിച്ച് പേരെങ്ങനെ കിട്ടിയെന്ന് ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു. അമ്മ അതിന് പറഞ്ഞു, ഇങ്ങനെ അച്ഛനിട്ട പേരാണ്, അതിൻ്റെ മറ്റു കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു ആ ചരിത്രം അങ്ങനെ പറഞ്ഞു. അപ്പോൾ സാർ എൻ്റെ അടുത്ത് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞ്, നേരത്തെ പഠിച്ച കുട്ടി, ഇതേ പേരിലെ കുട്ടി ജഡ്ജിയായി, നീയും അങ്ങനെ തന്നെ ആകണമെന്ന് പറഞ്ഞു. അത് കറക്റ്റ്, അത് സാറിൻ്റെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ സാറിനെ പിന്നീട് നമുക്ക് ജോലി കിട്ടി കാണാനും പോയിട്ടുണ്ട്. സാറ് അടുത്തിടയ്ക്കാണ് മരിച്ചത്. 2-3 വർഷമേ ആവുള്ളൂ സാറ് മരിച്ചു പോയിട്ട്. അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു യാദൃച്ഛിക സംഭവം ഒരു വലിയ അനുഗ്രഹമായിട്ട് വന്ന് അതിങ്ങനെയൊക്കെ വന്നേ ഉള്ളൂ. അതാണ് എൻ്റെ കാര്യങ്ങൾ. ശരിക്കും ഈ ഭിന്നശേഷി കമ്മീഷണറേറ്റ് അത് എന്താണ് പ്രവർത്തനം ശരിക്കും? അതായത് നമുക്കറിയാമല്ലോ, നമ്മുടെ ജനസംഖ്യയിൽ ഇന്ത്യയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 3.25 കോടിയോളം ഭിന്നശേഷി ആൾക്കാരുണ്ട്. സാധാരണ വ്യക്തികൾക്കുള്ള, പൗരന്മാർക്കുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. കേരളത്തിൻ്റെ കണക്ക് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം, കാരണം കൃത്യമായ കണക്ക് വിവരം നമുക്ക് 2015 ശേഷം ഇപ്പോഴും കൃത്യമായിട്ട് വന്നിട്ടില്ല. അതെടുക്കാൻ പറ്റുന്ന നിലയിൽ തന്നെയാണ്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് അത് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കണക്ക് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 10 ലക്ഷത്തിനടുത്ത് നമുക്ക് ഭിന്നശേഷിക്കാർ കേരളത്തിലുണ്ട്. 21 വിഭാഗങ്ങളാണ് ഭിന്നശേഷിയിലുള്ളത്. അപ്പം ഇവരുടെ പ്രധാനമായിട്ടും ഉള്ള എന്ന് വെച്ചാൽ ഇവർക്ക് നിയമപരമായിട്ട് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്, പരിരക്ഷയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഏകദേശം ദശാബ്ദകാലങ്ങളായി ഇവരൊക്കെ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായിട്ട് മാത്രം നിന്നിരുന്നവരാണ്. നമ്മുടെ മഹത്തായ ഭരണഘടനയിൽ തന്നെ ഭിന്നശേഷിക്ക് വേണ്ടി ഡയറക്റ്റായിട്ടൊരു പ്രൊവിഷൻ ശരിക്കും അതിനകത്ത് വന്നിട്ടില്ല. പക്ഷേ ജഡ്ജ് മെയ്ഡ് ലോ ആണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴത്തേക്ക് ഇത്തരം ആൾക്കാരുടെ കൂടെ കാര്യങ്ങൾ അവിടെ വരികയും അതിൻ്റെയൊക്കെ നിരവധി ജഡ്ജ്മെൻറ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് 1995 ഒരു ഭിന്നശേഷി നിയമം നമ്മുടെ രാജ്യത്ത് വരുന്നത്. നിലവിൽ വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. 1996 1996 ആ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ആ നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു നിയമം ഉണ്ടെന്നുകൂടി നമ്മുടെ ഈ സെറ്റപ്പ്, അതായത് ഉദ്യോഗസ്ഥന്മാരാണ് പ്രധാനമായിട്ടും അതൊക്കെ ചെയ്യേണ്ടവർ,
പക്ഷേ ആ തലത്തിലേക്ക് ഇതെന്തോ ശക്തിയായിട്ടൊന്നും പ്രചാരണം വന്നില്ല. വരാതിരുന്നപ്പം ആനുകൂല്യങ്ങളും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് 2013 കൃത്യമായിട്ട് പറഞ്ഞാൽ ഒക്ടോബർ മാസം 8-ാം തീയതി 2013 ഒക്ടോബർ 8-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധിന്യായം വന്നു. അത് നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ ഒരു കേസിനകത്താണ് വരുന്നത്. അപ്പോൾ അത് ജോലി സംവരണത്തിൻ്റെ കേസായിരുന്നു. അപ്പം പിൽക്കാലത്ത് നമ്മുടെ കേരളത്തിലെ ഗവർണറായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി സദാശിവം അദ്ദേഹമാണ് ആ ജഡ്ജ്മെൻറ്റ്, അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആ ജഡ്ജ്മെൻറ്റിനകത്ത് ഇത്തരം ആൾക്കാരുടെ കാര്യങ്ങൾ നിയമത്തിൽ പറഞ്ഞതുപോലെ പരിരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു നിരീക്ഷണം വന്നു. എന്ന് മാത്രമല്ല, ജോലി എന്ന് പറയുന്ന ആനുകൂല്യം സമയബന്ധിതമായി 3 മാസമാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് തന്നെ ഇത് കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും അവിടെ നിന്നുണ്ടായി. അപ്പം 3 മാസമൊന്നും പറഞ്ഞിട്ടും പിന്നെയും ഇത് ലാഗ് ചെയ്ത് പോയി, പിന്നെയും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇന്ത്യ ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ, അതായത് UN കൺവെൻഷനിൽ സിഗ്നേറ്ററി ആയി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അപ്പോൾ അത് 2006 ഒപ്പിടുന്നത്. 2006 കൺവെൻഷൻ നടക്കുന്നു. 2007 ഇന്ത്യ ഒപ്പിട്ടു. 2007 അതിനുശേഷമാണ് 2016 പഴയ നിയമം നിൽക്കുക തന്നെ സമഗ്രമായൊരു നിയമം നമുക്കുണ്ടായി. അതാണ് ഇപ്പോൾ നിലവിലുള്ള റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് വെൽഫെയർ ബേസ്ഡ് ആയിരുന്നു, എല്ലാം ക്ഷേമമായിരുന്നു. പക്ഷേ ഈ പുതിയ നിയമം വന്നപ്പോഴത്തേക്ക് എല്ലാം അവകാശമാണ്, റൈറ്റാണ്. റൈറ്റ് ആരെങ്കിലും പിന്നെ നിരാകരിക്കുകയാണെങ്കിൽ, നിഷേധിക്കുകയാണെങ്കിൽ അത് കുറ്റകൃത്യമാകും എന്നും ഇതിനകത്ത് വ്യവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് കൂടുതൽ പരിഗണനയും പരിരക്ഷയും കൊടുക്കാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പോൾ ഈ കമ്മീഷണറേറ്റ് ഫോം ചെയ്യുന്നത് പഴയ നിയമത്തിൻ്റെ കീഴിലാണ് വരുന്നത്. 1999 മുതൽ ഈ കമ്മീഷണറേറ്റ് തിരുവനന്തപുരത്ത് നിലവിലുണ്ട്. കേരളത്തിൽ ഒറ്റ എത്രാമത്തെ കമ്മീഷണറാണ്? എനിക്ക് മുമ്പേ കുറച്ച് അധികം പേര് ഇരുന്നിട്ടുണ്ട്. ഈ പുതിയ നിയമം വന്നതിന് ശേഷം 2ാമത്തെ ആളാണ്. പുതിയ നിയമം ഇപ്പോൾ 2017 ഏപ്രിൽ മാസം 19 വരുന്നത്. 2017 ഞാൻ ഇതിനകത്ത് വരുന്നത് 2021 വരുന്നത്. സാറ് സിറ്റിംഗ് ജഡ്ജി ആയിരിക്കുമ്പോഴാണല്ലോ വരുന്നത്? അതെ. ജഡ്ജിമാരാണോ സാധാരണ വരുന്നത്, അതെയോ റിട്ടയർഡ്? അല്ല, കാസർഗോഡ് ജില്ലാ ജഡ്ജി ആയിരിക്കുമ്പോഴാണ് ഞാൻ ഇതിനകത്ത് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ജഡ്ജിയായിട്ട് വന്നത് ഞാൻ തന്നെയാണ് ആദ്യം. ഇത് കുറേ നാൾ ഡോക്ടർമാരുടെ പോസ്റ്റായിരുന്നു, ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡോക്ടർമാരായിരുന്നു അധികം പേര് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റിൽ അവർ വളരെ മിടുക്കരാണ്, സംശയമൊന്നുമില്ല. ആ ഒരു ഫീൽഡിൽ മിടുക്കരാണ്. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ നിയമം കൂടെ ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കുറച്ച് പ്രാവീണ്യമുള്ള ആൾക്കാർ വരുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിത് ഓരോന്ന് കൈകാര്യം ചെയ്തപ്പോൾ. അപ്പോൾ ഡോക്ടർമാർ അവരുടെ മേഖലയിൽ ഏറ്റവും മികച്ച അവർ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നിയമം കൂടെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വരുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പുതിയ പദ്ധതികൾ എന്താണ് കമ്മീഷണർ എന്ന നിലയിൽ ഈ മേഖലയിൽ കൊണ്ടുവരുന്നത്? ഇതിനകത്ത് ഇപ്പം വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭിന്നശേഷി നിയമപ്രകാരം നമുക്കറിയാം, വിദ്യാഭ്യാസ നിയമം ഇവിടെ ഉണ്ട്. നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സൗജന്യമാണ്, നിർബന്ധിതമാണ്. അപ്പോൾ 2009 തന്നെ അതിനുള്ള നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതിനു മുന്നേ തന്നെ 21A എന്ന് പറയുന്ന ഒരു അനുച്ഛേദം ഭരണഘടനയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ രാജ്യത്ത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായിരിക്കണം, എന്നാൽ നിർബന്ധിതമാണ്. ഒരു കുട്ടി സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റില്ല, കാരണം അവൻ്റെ മൗലിക അവകാശം. അപ്പോൾ അതിനെ രക്ഷിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ബാധ്യതയുള്ളതാണ്. കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് മാത്രമല്ല, ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും, ഓരോ പൗരനും അതിനുള്ള ചുമതലയുണ്ട്. അപ്പം അങ്ങനെ ഒരു പൊതു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് അഡീഷണലായിട്ടാണ് ഭിന്നശേഷി നിയമത്തിനകത്ത് തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് ഈ സർക്കാർ സ്കൂൾ മാത്രമല്ല, സർക്കാർ എയ്ഡഡ് സ്കൂൾ മാത്രമല്ല, സ്വകാര്യ സ്കൂളിലും അവർക്ക് അഡ്മിഷൻ അർഹതയുണ്ടെന്നുള്ള അങ്ങനെയുള്ളൊരു ഉറപ്പോട് കൂടിയാണ് നമ്മുടെ ഈ നിയമം നിൽക്കുന്നത്. 6 മുതൽ 14 വരെയാണ് മറ്റേ നിയമത്തിനകത്ത് ഇതിൻ്റെ ഏജ് പറയുന്നതെങ്കിൽ ഇവിടെ 18 വയസ്സ് വരെയുണ്ട്. എന്ന് വെച്ചാൽ 10ാം ക്ലാസ് പാസ്സായി കഴിയുന്ന ഒരു ഭിന്നശേഷി കുട്ടിക്ക് അയാളുടെ മാർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയം എടുത്ത് പഠിക്കാനുള്ള അവകാശം ആ കുട്ടിക്കുണ്ട്. അത് നിഷേധിച്ചാൽ ആ സ്കൂളിൻ്റെ അംഗീകാരം നഷ്ടപ്പെടും. അതായത് ഇപ്പം എയ്ഡഡ് സ്കൂളല്ല, അൺഎയ്ഡഡ് സ്കൂളാണ്, അപ്പോൾ ഞങ്ങൾക്ക് സ്വകാര്യമായി നടത്തിക്കൂടെ ചോദിച്ചാൽ നടത്താൻ പറ്റില്ല. ഭിന്നശേഷി കുട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അഡ്മിഷൻ കൊടുത്തില്ലെങ്കിൽ ആ സ്കൂളിൻ്റെ അംഗീകാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ട്യൂട്ടോറിയൽ കോളേജോ അങ്ങനെ എന്തെങ്കിലും സ്ഥാപനമായി മാറും. കാരണം സ്കൂളായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അത്ര ശക്തമായൊരു നിയമത്തിലാണ് നിൽക്കുന്നത്. ഭിന്നശേഷി കുട്ടിക്ക് സൗജന്യമാണ് വിദ്യാഭ്യാസം, പക്ഷേ നിർബന്ധിതമല്ല. കാര്യം പല ബുദ്ധിപരിമിതിയുള്ള കുട്ടികളെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്ത്
വളരെ ശക്തമായിട്ട് നടപ്പാക്കി കഴിഞ്ഞു. 10ാം ക്ലാസ് പാസ്സായി കഴിയുന്ന എല്ലാ കുട്ടികൾക്കും അവർക്ക് +1 പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിർദ്ദിഷ്ട രീതിയിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അഡ്മിഷൻ ഉറപ്പായിരിക്കും. അത് കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ വർഷം കൊടുത്തു. 2021 മുതൽ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം അത് ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മൾ തന്നെ ആയിരിക്കും ഇത്തരം കാര്യത്തിൽ. കാരണം 10ാം ക്ലാസ്സിൽ ആ കുട്ടിക്ക് വേറെ മാർക്കിൻ്റെ മാനദണ്ഡം വെക്കേണ്ട ആവശ്യമില്ല. ഭിന്നശേഷി കുട്ടിയാണെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മാനദണ്ഡം. ആ കുട്ടിക്ക് അഡ്മിഷൻ ഉറപ്പായിട്ടും കിട്ടും. പിന്നെ വേറെന്തോ ഒരു കേട്ടത്, അതായത് പുതിയ ഇത്തരം പരാതികളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർപ്പാക്കുന്നതിന് വേണ്ടി ഇപ്പം സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള സംവിധാനം കൂടാതെ ജില്ലാടിസ്ഥാനത്തിൽ എന്തോ വരുന്നു, അവർക്ക് പരിശീലനം കൊടുക്കുന്നു എന്ന് പറയുന്നത് കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യം ഇതിനകത്ത് ഈ നിയമത്തിൽ ചെറിയൊരു വകുപ്പ് 23 എന്ന് പറഞ്ഞ ചെറിയൊരു വകുപ്പുണ്ട്. അത് പ്രകാരം പരാതി പരിഹാര ഓഫീസർമാർ എന്നൊരു സംവിധാനമുണ്ട്. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം ഓരോ ഓഫീസിലും ഈ ഇവരുടെ വിവരാവകാശ ഓഫീസർമാരുണ്ടല്ലോ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന പോലെ ഈ നിയമത്തിനകത്തും അങ്ങനൊരു സംവിധാനമുണ്ട്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ നമ്മളത് ഇപ്പം 108 ഓഫീസിൽ അത് നടപ്പാക്കി. 108 ഓഫീസിൽ 108 വകുപ്പുകളിൽ, സർക്കാരിൻ്റെ 108 വകുപ്പുകളിൽ നടപ്പാക്കി. KSRTC KSEB ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തും നടപ്പാക്കി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഭിന്നശേഷി ജീവനക്കാരുണ്ടെങ്കിൽ അവർക്ക് കുറേ അവകാശങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അവകാശം സംരക്ഷിക്കാൻ അവർ ഓടി തിരുവനന്തപുരത്ത് നമ്മുടെ കമ്മീഷണറേറ്റ് വരേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ തീർക്കാനായിട്ടുള്ള സംവിധാനം സംസ്ഥാന തലത്തിൽ ശരിയാക്കി. അവിടെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ലോണിന് അപ്ലൈ ചെയ്യുന്ന ഒരിടത്തും ജോലിയില്ല, ഒരു ലോണിന് അപ്ലൈ ചെയ്യുന്നു. ആ വ്യക്തിക്ക് സമയത്ത് ലോൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു ടെമ്പററി അപ്പോയിൻമെൻറ്റോ പെർമനൻ്റ് അപ്പോയിൻമെൻറ്റോ PSC വഴി അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന അതിൽ ഡിലേ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും ഈ സംവിധാനത്തിൽ കൊണ്ടുവരാൻ പറ്റും. പരാതി പരിഹാരത്തിൽ 2 എണ്ണം. ഒന്ന്, സർവീസിലുള്ള ഭിന്നശേഷി ഉദ്യോഗമുള്ള ആൾക്കാരുടെ പ്രശ്നപരിഹാരം ഒന്ന്. രണ്ടാമത്തേന്ന് പറയുന്നത് സർവീസ് ഇല്ലെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി ഒരു മെയിൻ കാര്യം സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരു സംവിധാനം സംസ്ഥാന തലത്തിൽ നമ്മൾ നടപ്പാക്കി കഴിഞ്ഞു. അത് വലിയൊരു പ്രോഗ്രാമായിട്ട് നടപ്പാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന തലത്തിലുള്ള പല ഇഷ്യൂസും ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും കമ്മീഷണറേറ്റ് പലതും ആൻസർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നതാണ് ജില്ലാതലത്തിലും ഈ ഓഫീസുകൾ വേണം. നിയമത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ജില്ലയിൽ പാലക്കാട് ജില്ലയാണ് ഇപ്പോൾ ആദ്യമായിട്ട് നടന്നത്. ഇത് 2ാമത്തെ സ്ഥലമാണ് വയനാട് ജില്ല. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആരോഗ്യവകുപ്പാകട്ടെ, അല്ലെങ്കിൽ DMO ഓഫീസാകട്ടെ, അല്ലെങ്കിൽ LSGD പഞ്ചായത്തിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസാകട്ടെ, എല്ലാ ജില്ലയിലും ഉള്ളൊരു സംവിധാനം ഉണ്ടല്ലോ. ആ ഓഫീസുകളിലും ഇത്തരം ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യപ്പെടാനായിട്ട് ഒരു സംവിധാനം നമുക്കിപ്പോൾ ആരംഭിക്കുകയാണ്. അത് ജില്ലാതലത്തിലുള്ള ഓഫീസർ ആയിരിക്കുമോ ഇതിൻ്റെ അധികാരി വരുന്നത്, അതെയോ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ? അല്ല, അതിനകത്ത് നിയമത്തിൽ പറയുന്നത് വെച്ചാൽ ജില്ലാ ഓഫീസറുടെ കീഴിലുള്ള ഒരു ഗസറ്റ് ഉദ്യോഗസ്ഥനായിരിക്കും എന്നാണ് പറഞ്ഞത്. ഗസറ്റ് ഉദ്യോഗസ്ഥ. ഇനി ഗസറ്റ് ഉദ്യോഗസ്ഥ ഇല്ലെങ്കിലാണ് തൊട്ട് താഴെയുള്ള ജൂനിയർ സൂപ്രണ്ട് എന്നൊക്കെ പറയുന്ന പോലുള്ള ഗസറ്റ് പോസ്റ്റ് അല്ല, പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളാണ്. അത്തരം ഒരാളിനായിരിക്കും നമ്മൾ ഈ ചുമതല ഇടുന്നത്. അപ്പോൾ അവരെടുത്ത് ഈ പരാതിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പരിശോധിക്കും. അവർ പരിശോധിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരിടത്ത് അക്യൂമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് നമ്പറാവും. അതേസമയം ഇത് സിംപ്ലിഫൈ ചെയ്ത് ജില്ലകളിലേക്ക് നിർത്തുകയാണെങ്കിൽ പല പരിഹാരങ്ങളും ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഈ പ്രതീക്ഷയിലാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ലഭിക്കുന്ന പരാതികളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ജോലി സംബന്ധമായതാണോ കൂടുതൽ, അതെയോ തൊഴിലിടങ്ങളിലെ പീഡനം, അല്ലെങ്കിൽ വീട്ടിലെ ഗാർഹിക പീഡനം, ഇങ്ങനെയുള്ള ഇവർക്ക് നേരിടുന്ന ഏത് പ്രശ്നങ്ങളെ സംബന്ധിച്ചായിരിക്കും പരാതി കൂടുതൽ? അല്ല, ഭിന്നശേഷിക്കാരെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇടപെടാൻ പറ്റും. ഭിന്നശേഷി വ്യക്തികളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ ഇപ്പോൾ പുതിയ നിയമത്തിനകത്ത് 21 ടൈപ്പ് ഭിന്നശേഷിക്കാരുണ്ട്. ഉദാഹരണം, നമ്മൾ ഈ വയനാട് ജില്ലയുടെ ഒരു വിഷമമുള്ളൊരു കാര്യമാണ് സിക്കിൾ സെൽ അനീമിയ, അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊരിടത്തും ഞാൻ അതങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ അതൊരു വലിയ വിഷയമാണ്. ഇവിടെ പ്രത്യേകിച്ച് ട്രൈബൽ ഏരിയയിൽ അത് വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം ആൾക്കാരും അങ്ങനെയുള്ള രോഗമുള്ള ആൾക്കാരും ഭിന്നശേഷിക്കകത്ത് വരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഹീമോഫീലിയ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ആകുന്നില്ല, അവരും ഇതിനകത്ത് വരുന്നവരാണ്. സിക്കിൾ സെൽ അനീമിയ, ഈ പറഞ്ഞ ഹീമോഫീലിയ, അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും ഭിന്നശേഷി ആനുകൂല്യമുണ്ട്. അല്ലെങ്കിൽ ലെപ്രസി ക്യൂവേർഡ്, കുഷ്ഠരോഗം വന്നിട്ട് അവരുടെ വിരലിൻ്റെയൊക്കെ ഷേപ്പ് മാറിപ്പോവും. അത്തരം ആൾക്കാരും ഇതിനകത്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ അവരെ വിക്ടിംസ് ആക്കുന്ന, അല്ലെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഏതുതരം പ്രവൃത്തിയും ഈ പരാതിയായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റും.
അപ്പോൾ അതിന് നമ്മൾ നിർദ്ദേശം ബന്ധപ്പെട്ട പോലീസ് സൂപ്രണ്ടിനാണ് കൊടുക്കുന്നത്. സാധാരണ നിലയിൽ കൊടുക്കുന്നത് ജില്ലാ പോലീസ് മേധാവിക്കാണ് അയക്കുന്നത്. അയച്ചിട്ട് അവിടെ ഇപ്പം തന്നെ അതിന് നടപടിയെടുക്കും, കേസെടുക്കും, അന്വേഷിക്കും. കാരണം ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നശേഷി ആൾക്കാരെ ചീത്ത വിളിച്ചാൽ അല്ലെങ്കിൽ ഭിന്നശേഷിയെ അഡ്രസ്സ് ചെയ്ത് വിളിച്ചാൽ കാല് വയ്യാത്ത ആളിനെ കാലിന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തന്നെ വെച്ച് ആൾക്കാർ വിളിക്കുമല്ലോ. ചെവി കേൾക്കാൻ വയ്യാത്ത ആളിനെ അങ്ങനെ വെച്ച് തന്നെ വിളിക്കും. അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ഇതുള്ള ആളിനെ കാഴ്ച കളിയാക്കി വിളിക്കും. അതിൻ്റെ ശിക്ഷ കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. 5 വർഷം തടവാണ്. കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം തടവുള്ള ശിക്ഷയാണ്. അത്രയും ഗൗരവമുള്ള കുറ്റമാണ്. പോലീസിന് പരാതി കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് കേസെടുക്കാമെന്ന് മാത്രമല്ല വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പം ഇത് ശക്തമായ ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത്. ഇതിപ്പോൾ ഇതൊക്കെ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ഈ 2024 വരുമ്പോഴത്തേക്ക് വന്ന വ്യാപകമായ പരാതി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനകത്ത് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതി. അപ്പോൾ ഞാൻ പല സ്റ്റേഷനിലും വിളിച്ച് അന്വേഷിച്ചപ്പോൾ ചിലയിടത്തുനിന്ന് കിട്ടിയ വളരെ വിചിത്രമായ മറുപടി കിട്ടി. അവർക്ക് നിയമം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു നിയമം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത കുറ്റകൃത്യത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു ഡിഫൻസ് ആവുമെന്ന് ചോദിച്ചു ഞാൻ. ഇപ്പോൾ ഒരാൾ ചാരായം കൈവശം വയ്ക്കാൻ പാടില്ല നിയമം ഉണ്ടെങ്കിലും ചാരായം കൈവശം വെച്ചു. അയാൾ പറയുന്നത് എനിക്ക് നിയമം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു പറഞ്ഞാൽ വിടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു യൂണിഫോംഡ് ഫോഴ്സായ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ന്യായങ്ങൾ പറയരുതെന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്റ്റേറ്റ് പോലീസ് ചീഫ് അല്ലെങ്കിൽ DGPക്ക് എഴുതിയിട്ട് ഇത് സംബന്ധിച്ച് സർക്കുലർ പുറപ്പെടുവിക്കാൻ പറഞ്ഞു. സർക്കുലർ കൊടുത്തു. ഇപ്പം എൻ്റെ തിരുവനന്തപുരത്തു നിന്നുള്ള എൻ്റെ ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പോലുള്ള വ്യാപകമായ പരാതി വരുന്നില്ല. അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്ത് നല്ലൊരു പരിഗണന കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ആക്റ്റീവായിട്ടുള്ള നടപടി ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പം അധികം പരാതി അങ്ങനെ വരുന്നില്ല. മറ്റൊരു സുപ്രധാനമായ കാര്യം, ഇപ്പോൾ ഈ ജോലി സംബന്ധമായ സംവരണം സാർ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ വരും. സർക്കാർ മേഖലയിൽ ഓക്കെ, പക്ഷേ സ്വകാര്യ മേഖലയിൽ ഈ പറയുന്ന ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരവും കുറവ്, അവരെ ജീവനക്കാരായി നിയമിക്കുന്നതും കുറവ്, എന്തോ ഒരു പരിഗണന കിട്ടുന്നില്ല അവർക്ക്. എന്തുകൊണ്ടായിരിക്കും? ഇത്തരം സംബന്ധിച്ച് പരാതികളുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അതായത് ഭിന്നശേഷി അവകാശ നിയമം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് സർക്കാർ മേഖലയിൽ മാത്രമേ ഉള്ളൂ. സ്വകാര്യ മേഖലയെ കൂടെ ഇതിനകത്ത് അങ്ങനെ ചെയ്യുന്ന സ്വകാര്യ സംരംഭകരെ ഒരു വേണ്ട രീതിയിൽ ഓണർ ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ജോലി കൊടുക്കുന്ന കാര്യത്തിനകത്ത് ഒരു സംവരണം അവിടെ പറയുന്നില്ല. അതിപ്പോൾ ഒരു നല്ലൊരു വലിയ സ്ഥാപനം 100 ജോലിക്കാരുണ്ടെങ്കിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആൾക്കാർ ഭിന്നശേഷി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിന് നിയമപ്രകാരം പറയുകയാണെങ്കിൽ അത് സെൻട്രൽ ആക്ട് അമെൻഡ് ചെയ്താലേ ഒക്കെയുള്ളൂ. കാരണം അതിനകത്ത് പറഞ്ഞേക്കുന്നത് ചെറിയൊരു വകുപ്പേ പറഞ്ഞിട്ടുള്ളൂ. അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം കേസുകളിൽ അവരെ നമ്മൾക്ക് ഓണർ ചെയ്യാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സാധാരണ നിലയ്ക്ക് ഇപ്പം ഒരു മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്, ഉദാഹരണം GSTക്കകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ശതമാനം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ തയ്യാറാവും. ഇന്ന് കാണുന്നതിൻ്റെ എത്ര ഇരട്ടി ആൾക്കാർ തയ്യാറായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ വെച്ചാൽ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു സ്പീഡ് അതിന് കുറവുണ്ടെന്നുള്ള സത്യമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് എടുക്കാനായിട്ട് അതിൽ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമവും ഇപ്പോഴതിനകത്തുണ്ട്. പിന്നെ പല സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാകണമെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ചില സമയത്ത് റാമ്പ് പോലും ഇല്ലാത്ത ചില സ്ഥലങ്ങൾ, അതുപോലുള്ള അവർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അല്ല അവർക്ക് കയറിപ്പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കെട്ടിട നിർമ്മാണ ചട്ടത്തിലടക്കം ഉണ്ടെങ്കിലും ഇതൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നില്ല. അവരിപ്പോഴും പല സ്ഥലത്തുനിന്നും പുറത്താകപ്പെടുകയാണ്. അതിലൊക്കെ ഇടപെടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് തന്നെ നമ്മുടെ നിയമത്തിൽ 40 മുതൽ 46 വരെയുള്ള വകുപ്പിലാണ് ഇതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ ചോദിച്ച അക്സസിബിലിറ്റി എന്ന് പറയുന്നൊരു ഇതിനകത്ത് വരുന്നതാണ്. പ്രാപ്യത അതിനകത്ത് ഇതെല്ലാം വരുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിയമം പ്രാബല്യത്തിൽ വന്ന് 5 വർഷത്തിനകത്ത് ഇത് ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിയമം പ്രാബല്യത്തിൽ 2017 എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ സെൻട്രൽ റൂൾസ് വന്നേക്കുന്ന 18 വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് മുതൽ 5 വർഷം വെച്ചാൽ പീരീഡ് ഇപ്പോൾ ആൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ നമ്മളത് സാറ്റിസ്ഫാക്ടറി ചെയ്യാൻ ചോദിച്ചാൽ ഇല്ല, ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയും. കാര്യം വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാലോ, ബസ്സിനകത്ത് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ട്രെയിനിനകത്ത് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ അകത്ത് കയറാൻ പറ്റുന്നില്ല. അതെ, നമുക്ക് ഈ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിക്ക് പോലും കയറാനായിട്ട് അത് ഈ ഫുട്ബോർഡിൻ്റെ ഹൈറ്റും അതിൻ്റെ ഘടനയും നോക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്. ഭിന്നശേഷി വ്യക്തികൾക്ക് ഒരു യാതൊരു സംവിധാനം വന്നിട്ടുമില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കമ്മീഷണറേറ്റിൻ്റെ ആക്റ്റീവായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഇപ്പോഴും പെൻഡിങ് കേസ് ഉണ്ട് ഇതിനകത്ത്. അതൊരു പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി ഇടപെടും. തീർച്ചയായിട്ടും. അല്ല, അത് ഇടപെടാന്ന് വെച്ചാൽ പിന്നെ അടുത്ത പെനാൽറ്റിയിലേക്ക് പോവും. ഇതിനകത്ത് 89 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അത് പ്രകാരം ആദ്യത്തെ വയലേഷൻ വരുമ്പോഴത്തേക്ക് 10,000 റുപ്പീസ് പിഴ വരും. റിപ്പീറ്റ് ചെയ്ത് 50,000 രൂപ പിഴയാവും. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 5 lakhs ആണ്
ഫൈൻ എമൗണ്ട് എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. 5 lakhs പെനാൽറ്റി വെച്ചാൽ നിസ്സാരമാവില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മളൊക്കെ ഈ മാധ്യമ മേഖലയിൽ നിൽക്കുമ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയം, ഭിന്നശേഷിക്കാരുടെ പ്രക്ഷോഭത്തിൽ എപ്പോഴും അവർ ഉന്നയിക്കുന്ന ഒരു വിഷയം, വ്യാജ വികലാംഗരെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിനെതിരെ എന്തെങ്കിലും നടപടികളുണ്ടോ? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഒരു ലേഡി നമ്മളുടെ ഈ കമ്മീഷണറേറ്റിൽ പരാതി കൊണ്ടുവന്ന് അവരുടെ അമ്മ പീഡിപ്പിക്കുന്നതാണ് പരാതി. അപ്പോൾ സാധാരണ നിലയ്ക്ക് സ്ത്രീകളുടെ പരാതി അത് ഭിന്നശേഷിയാകുമ്പോൾ നമ്മൾ വളരെ വളരെ താല്പര്യത്തോടു കൂടിയായിരിക്കും അല്ലെങ്കിൽ ഗൗരവത്തോടു കൂടിയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത്തരം പരാതികളിൽ വസ്തുത ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്, കാരണം മാറ്റി വയ്ക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ കൊടുത്തപ്പോഴാണ് പോലീസിൻ്റെ റിപ്പോർട്ട് വന്നു, അവർ പറയുന്നത് ഫാൾസാണ്, തെറ്റാന്ന്, വസ്തുതാവിരുദ്ധമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും സീനിയർ പോലീസ് ഓഫീസറെ പോസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി SP എഴുതിയപ്പം ഒരു DYSP നിയമിച്ചു. അന്വേഷണമായപ്പോഴാണ് DYSP എനിക്ക് റിപ്പോർട്ട് തന്നിരിക്കുന്നു, ഈ സ്ത്രീ 6 തവണ കല്യാണം കഴിച്ച സ്ത്രീയാണ്, സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ഇത് രണ്ടും വന്നു അതിനെപ്പറ്റി. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് ബോർഡിലേക്ക് റെഫർ ചെയ്തു. ഈ കേസിനകത്ത് വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ബോട്ടം പോർഷൻ താഴ്വശം മടക്കി വെച്ച് കോപ്പി എടുത്താൽ ഹാജരാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, അത് കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ നിന്ന്. അത് വാങ്ങിച്ചപ്പം ഇതിൻ്റെ പ്രാബല്യം കഴിഞ്ഞ സർട്ടിഫിക്കറ്റിനെ ഒരു വ്യാജമായിട്ട് രേഖ ഉണ്ടാക്കുന്നതിന് തുല്യമായിട്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറി. അപ്പോൾ അത് ആയുർവേദ ഡയറക്ടർ ISM ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. സസ്പെൻഷനിലായി അടുത്ത നടപടിയും എൻക്വയറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഫേക്കായിട്ട് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് ജോലി വാങ്ങിച്ചു. പിന്നെ ഈ ഇതിൽ കൂടുതൽ കല്യാണം ഒരേ സമയത്ത് കഴിച്ച് സർക്കാർ സർവീസിലുമാണ്. അവരിപ്പോൾ 2 ആഴ്ച മുമ്പ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. അപ്പോൾ അതുകൊണ്ട് കമ്മീഷണറേറ്റ് ശ്രദ്ധയെ കൊണ്ടുവരുന്ന ഇത്തരം പ്രവൃത്തികൾ വളരെ ഗൗരവത്തോടുകൂടി എടുക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം വെച്ചാൽ അർഹതപ്പെട്ട ഭിന്നശേഷി വ്യക്തി നിൽക്കുമ്പോൾ അനർഹനായിട്ടുള്ള ഒരാൾ കയറുന്ന ഒരു അവസ്ഥയെന്ന് വെച്ചാൽ നമ്മുടെ ഈ വ്യവസ്ഥയോടുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് അതിനെ കാണുന്നത്. ഓക്കെ, നമ്മുടെ സമയം തീരുകയാണ്. എങ്കിലും സാറ് വയനാടുമായിട്ട് നേരത്തെ ബന്ധമുള്ളൊരു ആളാണല്ലോ, പ്രത്യേകിച്ച് പോക്സോ കോടതി വന്ന ഉടനെ വയനാട്ടിലെ ആദ്യത്തെ പോക്സോ ജഡ്ജിയായിരുന്നു. സുപ്രധാനമായ പല വിധികളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനം കാസർഗോഡ് ജില്ലാ ജഡ്ജിയായിരുന്നു അല്ലേ? അതിനുശേഷമാണ് കമ്മീഷണറായിട്ട് വന്നത്. അപ്പോൾ ഈ വയനാടിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? വയനാട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എപ്പോഴും പണ്ട് തമാശയായിട്ട് ഞാൻ പറയുമായിരുന്നു, ട്രെയിൻ കൂടെ വന്നെങ്കിൽ തിരുവനന്തപുരം പിറകെ പോകും. അതാണ് ഇവിടെ അത്രയും നല്ല, ഏറ്റവും നല്ല, അതായത് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ കമ്മ്യൂണൽ ഹാർമണി അങ്ങറ്റം. നമ്മൾ ഈ സിസ്റ്റം നിൽക്കുന്നത് അതിന് വേണ്ടിയാണല്ലോ. ആ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറുള്ള സ്ഥലമാണ്. ഇവിടെ വർഗീയതകളെ ഒന്നുമില്ല, സമാധാനമുള്ള സ്ഥലമാണ്. നല്ല അറിവും വിവരവും സ്നേഹവും ഉള്ള മനുഷ്യർ ധാരാളമുള്ള സ്ഥലം, പ്രകൃതി രമണീയമായ സ്ഥലം. അപ്പം ഇവിടെ നമുക്ക് ആകെക്കൂടി ഞാൻ എന്നുള്ളത് ഇപ്പം ചുരം കടന്നാണ് ഇങ്ങോട്ട് വരാനായിട്ട്. അത് സാധാരണ നിലയ്ക്ക് ഒരു ആളിന് വരാനായിട്ടുള്ള പ്രയാസം ഇവിടെ ഉണ്ട്. ഇവിടെ ജനിക്കുന്ന ആളിന് അത് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ട്രിവാൻഡ്രത്തു നിന്നോ എറണാകുളത്തു നിന്ന് വരുന്ന ഒരാളിന് ഇത് തീർച്ചയായിട്ടും ഇത് വരും. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ എത്രയും പെട്ടെന്ന്, എൻ്റെ ഒരു പ്രാർത്ഥനയും കൂടെയാണത്, ട്രെയിൻ കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമായിട്ട് തന്നെ ഇതിനെ നമ്മൾ ഗ്രേഡ് ചെയ്യും. അത് ഏറ്റവും ഒരു സാറ് പോക്സോ ജഡ്ജി ആയിരിക്കെ സുപ്രധാനമായ പല വിധികളും ഉണ്ടായിരുന്നല്ലോ. ചില പോരായ്മകളും നമ്മളുടെ ഇപ്പോഴും ആ പോക്സോ നിയമത്തിലുള്ളത് കൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് പട്ടികവർഗ സമൂഹത്തിലെ പണിയ വിഭാഗം, അടിയ വിഭാഗം അവർ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഇടപെടൽ നടത്താൻ കഴിയുമോ? അതിപ്പം വെച്ചാൽ പോക്സോ നിയമത്തിനകത്ത് തന്നെ ഒരു അമെൻമെൻറ്റ് വന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കകത്ത് അവരുടേതായ കഷ്ടമുണ്ട്. അതിനെ നമ്മൾ നേരിടേണ്ടത് നിയമം വെച്ചിട്ട് അവരെ കുറ്റമാണ് ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞ് വയ്ക്കുന്നത് അവരോട് ചെയ്യുന്ന അനീതിയായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർക്ക് മാരേജിന് മിനിമം ഏജ് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ കൾച്ചർ അതാണെന്നും അവരുടെ ആ ഒരു സംസ്കാരം നമ്മൾ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മുടെ ഈ മേജർ കമ്മ്യൂണിറ്റിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ കസ്റ്റമർ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിയമത്തിൻ്റെ അളവ് പോലെ ഇളക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിയമവിരുദ്ധമെന്ന് പറയാവുന്ന കാര്യങ്ങളൊന്നുണ്ട്. ഉദാഹരണമായിട്ട് രക്തബന്ധമുള്ളവർ തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് നമുക്ക് പെർമിസിബിളാണ്. ഇവിടെ ഇപ്പോൾ ഹിന്ദു സമുദായത്തിനകത്തും മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തും അത് പെർമിസിബിളാണ്. അപ്പോൾ അത് തന്നെ ഇതിൽ നിന്ന് ഈ രക്തബന്ധമുള്ളവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ലെന്നാണ് നിയമം. അതിന് എക്സംഷൻ കൊടുത്തേക്കുകയാണത് ലോങ് പ്രിവെയിലിംഗ് കസ്റ്റമായതുകൊണ്ട്. അതുപോലെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കകത്തും അവർക്ക് മാരേജിന് പെർമിസിബിളായിട്ടുള്ള ഒരു ഏജ് പറയുന്നില്ല. 18 വയസ്സ് വരെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊരു കൾച്ചർ അവർക്ക് നിൽക്കുകയാണെങ്കിൽ
നമ്മൾ അതിനെ ഓണർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് നേരിടേണ്ടത് ഇത് വെച്ചല്ല നേരിടേണ്ടത്. അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് ഇങ്ങനെ അല്ല എന്ന് വേണമെങ്കിൽ തിരുത്താം, ശ്രമിക്കാം അതിന്. അല്ലാതെ അവർ ശക്തമായിട്ടുള്ള നിയമം ഉപയോഗിച്ച് നേരിടേണ്ട ഒരു കാര്യമല്ല ഇത്. അപ്പോൾ ജഡ്ജ് എന്ന നിലയ്ക്ക് എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അത് അനുസരിച്ച് നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനായിരുന്നു. ഇന്നിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അന്നും വ്യക്തിപരമായ അഭിപ്രായം ഇതാണ്. പക്ഷേ നിയമപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മറ്റേതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. അത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സംസ്ഥാനത്തിലുള്ള നല്ല പ്രഗത്ഭരായ എംപിമാർ നമുക്കുണ്ട്. അത് പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരണം, സർക്കാരിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരണം. എന്നിട്ട് ഈ ആക്ട് അമെൻഡ് ചെയ്യണം. അവരുടെ സംസ്കാരം അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിന് നിയമപ്രകാരം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിനകത്ത് നമുക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് തിരുത്തപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ഭിന്നശേഷി സൗഹൃദമായിട്ട് ബന്ധപ്പെട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല, ഭിന്നശേഷി സഹോദരങ്ങൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഭിന്നശേഷിക്കാരനില്ല, അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ മോശമാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ ഇത് ഇപ്പം ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തി നാളെ ഭിന്നശേഷിക്കാരനാകാം. ഒരു ആക്സിഡൻറ്റ് മതി, ഒരു സ്ട്രോക്ക് വരാം. ഇപ്പം അസുഖം എന്ന് പറയുന്നത് കുറ്റമല്ലല്ലോ. അസുഖം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറ്റമായിട്ട് കാണാൻ പാടില്ല. അപ്പോൾ ഒരു ആവശ്യത ഉണ്ടായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർ വീണെടുത്ത് ഇട്ടേക്കുന്നതല്ല അത് ചെയ്യേണ്ടത്. അവർക്ക് ഒരു കൈത്താങ്ങാകാൻ നമുക്ക് കഴിയണം. അപ്പം ഭിന്നശേഷി സഹോദരങ്ങളെടുത്ത് ഒരല്പം പരിഗണന കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ നിയമത്തിൻ്റെ അർഹതപ്പെട്ടതാണ്. നമ്മൾ നിയമം മാറ്റിവെച്ച് ഞാൻ പറയുകയാണ്, മാനുഷിക പരിഗണന എന്ന് പറയുന്നത് ആണ് മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ആളുകളുടെ ആവശ്യതയും അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ടു കഴിഞ്ഞാൽ അതിനോട് താതാത്മ്യം പ്രാപിച്ച് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു പരിഗണന അവർക്ക് കൊടുക്കണം. ഇതാണ് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്. ഇപ്പോഴും കമ്മീഷണർ പറഞ്ഞതുപോലെ നിയമം എന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി അവൻ്റെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിയമവും അതിൻ്റെ പരിരക്ഷകളും അതിൻ്റെ അവകാശങ്ങളുമെല്ലാം അത് പാലിക്കപ്പെടാൻ എല്ലാവർക്കും കടമയുണ്ട്. മറ്റുള്ളവൻ നിയമം പാലിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശം സംരക്ഷിക്കപ്പെടാനും നമുക്ക് ഒരു സഹജീവിയോട് ഒരു കടപ്പാട് നമുക്കുണ്ട്. ആ കടപ്പാട് നമ്മളെല്ലാവരും പ്രാവർത്തികമാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഭിന്നശേഷിക്കാരുടെ ആ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു അതിഥിയുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.